ബുള്ളറ്റിന്റെ രജത ജൂബിലി പതിപ്പിൽ നിന്നുമുള്ള 12,000-ലധികം വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 100 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷനാണ്. 101ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബേസ്ബോൾ ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത്? അമേരിക്ക. അമേരിക്കയിലാണ് ബേസ്ബോൾ ഉത്ഭവിച്ചത്. ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത്? ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്ന് അറിയപ്പെടുന്നത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. പല്ലില്ലാത്ത തിമിംഗലം. പല്ലില്ലാത്ത തിമിംഗലമാണ് ബാലീൻ തിമിംഗലം. ബാലീൻ തിമിംഗലം. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി. പുഞ്ചകൃഷിയുടെ കാലം. മേടമാസം. മേടമാസത്തിലാണ് പുഞ്ചകൃഷി നടക്കുന്നത്. മേടമാസം. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണം ഏത് എന്ന് ചോദിച്ചാൽ ആറ്റം. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ. തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിലും ജർമ്മനിക്കുമിടയിലുള്ള അതിർത്തി രേഖ. മാജിനോട്ട് ലൈൻ. ഫ്രാൻസിനും ജർമ്മനിക്കുമിടയിലുള്ള അതിർത്തി രേഖയാണ് മാജിനോട്ട് ലൈൻ. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ്? GB പന്ത്. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ്? GB പന്ത്. എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത്? ആസാം. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക സംഖ്യ. രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത്? സുരേന്ദ്രനാഥ് ബാനർജി. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജി. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജി. വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധം. 1565 തളിക്കോട്ട യുദ്ധം. 1565 തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധം. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം. അലഹബാദ് കുംഭമേള. ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം വരുന്നത് അലഹബാദ് കുംഭമേള. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഷ്രൂ. ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവിയാണ് ഷ്രൂ. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല. ദക്ഷിണ കാനറ. ദക്ഷിണ കാനറയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ ഗ്രാമങ്ങളിലും ടെലിഫോൺ ലഭ്യമാക്കിയ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓസ്കർ അവാർഡ് നേടിയത് ഭാനു അത്തയ്യാണ്. ഭാനു അത്തയ്യ. ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യപന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക. ഫുക്കുവോക്കയാണ് ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യപന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക. മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? മാജ്യാറുകൾ എവിടുത്തെ ജനതയാണ്? ഹംഗറി. ഹംഗറിയിലെ ജനതയാണ് മാജ്യാറുകൾ എന്ന് അറിയപ്പെടുന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ. മാടമ്പ് കുഞ്ഞുകുട്ടന്റെ യഥാർത്ഥ പേര്? പി ശങ്കരൻ നമ്പൂതിരി.
മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ യഥാർത്ഥ പേരാണ് പി ശങ്കരൻ നമ്പൂതിരി. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത്. ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി കേശവൻ. സി കേശവൻ. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ബോധാനന്ദ. ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി? കുമാരനാശാൻ. കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി. മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം? ഹംസധ്വനി. ഹംസധ്വനി രൂപം നൽകിയത് ഹംസധ്വനി രാഗത്തിന് രൂപം നൽകിയത് ആരാണ്? രാമസ്വാമി ദീക്ഷിതർ. രാമസ്വാമി ദീക്ഷിതർ. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം? 1819. അജന്ത ഗുഹകൾ കണ്ടെത്തിയ വർഷം 1819. ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1952. 1952 ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. 1952. ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷം? 1828. 1828 ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ടത്. ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? അഡാ ലവ്ലേസ്. അഡാ ലവ്ലേസ് ആണ് ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അഡാ ലവ്ലേസ്. ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗങ്ങളിൽ ഏറ്റവും വലുത്? സാമ്പാർ. സാമ്പാറാണ് ഇന്ത്യയിൽ കാണുന്ന മാനിന്റെ വർഗങ്ങളിൽ ഏറ്റവും വലുത്. മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ആണ് മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ. പ്രൊലാക്റ്റിൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം? ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണമാണ് 64. 64. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ? നാസിക്. നാസിക്കിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത്. ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ആഫ്രിക്കയിലെ ഘാനയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ക്വാമി എൻക്രൂമ. ക്വാമി എൻക്രൂമ. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി? തകഴി. ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം? 3840. ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം 3840. രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരി. പുരിയിലാണ് രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം? അബുദാബി. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത്? കെന്റ്. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ്. ഉറൂബിന്റെ യഥാർത്ഥ പേര്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബിന്റെ യഥാർത്ഥ പേരാണ് PC കുട്ടിക്കൃഷ്ണൻ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14. 14 ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്.
ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജ്. കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിലാണ്? കൊച്ചി ഭരണം ഡച്ചുകാർ കൈയടക്കിയത് ഏത് വർഷത്തിൽ? AD 1663. 1663 കൊച്ചിയുടെ ഭരണം ഡച്ചുകാര് കൈയടക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം? 1959. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് 1959. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്? പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത്. ഏറ്റവും വലിയ ആസ്ട്രോയിഡ്? സീറീസ് ആണ് ഏറ്റവും വലിയ ആസ്ട്രോയിഡ്. ലിത്താർജ് ഏതിന്റെ അയിരാണ്? ലിത്താർജ് കറുത്തീയത്തിന്റെ അയിരാണ്. കറുത്തീയത്തിന്റെ അയിരാണ് ലിത്താർജ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? മാക്സ് മുള്ളർ ആണ് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഗാന്ധിജിയുടെ ഘാതകൻ? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ ഘാതകന്റെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത്? ധർമ്മശാലയാണ് ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്നത്. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട്. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം? ആൻഡമാൻ. ഓങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലമാണ് ആൻഡമാൻ. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്? ഹെർബർട്ട് ഹെൻറി അസ്ക്വിത്ത്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി അസ്ക്വിത്ത്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു മൈൽ എന്നത് 1.609 കിലോമീറ്റർ ആണ്. ഒരു മൈൽ എന്നത് 1.609 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ ഇലയുള്ളത്? വിക്ടോറിയ റീജിയ. ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസേതര പ്രധാനമന്ത്രി? AB വാജ്പേയി. തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് വന്ന ആദ്യത്തെ കോൺഗ്രസേതര പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് ആംഫോടെറിക്. വഡോദരയുടെ പഴയ പേര്? വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര? അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ബെനീറ്റോ മുസോളിനി. ബെനീറ്റോ മുസോളിനിയാണ് ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആര്? ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ല്യൂവൻ ഹോക്ക്. ല്യൂവൻ ഹോക്കാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം? പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ചത് ചൈനയാണ്. ചൈന. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത്? ഭൂമിയുടെ പാളികളിൽ മധ്യത്തേതാണ് മാൻഡിൽ. ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി? ഹുമയൂൺ. ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ഹുമയൂൺ. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്? വെർണർ വോൾ ബ്രൗൺ. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം? പോളണ്ട്. പോളണ്ടിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ചത്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്? ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ.
ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. ഗോവയിലെ ഔദ്യോഗിക ഭാഷയാണ് കൊങ്കണി. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നത് മുരുകൻ. ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത റസിയ ബീഗം. റസിയ ബീഗമാണ് ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യത്തെ വനിത. റസിയ ബീഗം. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രീസ്. ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പുകടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം ഏത് എന്ന് ചോദിച്ചാൽ സൂര്യൻ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ബ്ലാക്ക് ലെഡ് എന്ന് അറിയപ്പെടുന്നത്. ഗ്രാഫൈറ്റ്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് മറിയാന ഗർത്തം. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം മാതൃദേവത. ലോക്സഭയിലെ ക്യാബിനറ്റ് പദവിയിലുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈബി ചവാൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോ. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് തെമുജിൻ. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേരാണ് തെമുജിൻ. ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. ഏറ്റവും വലിയ ധമനി അയോർട്ട. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹമാണ് ഹൈഡ്ര. കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര. മണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? ആസ്റ്റിഗ്മാറ്റിസം. ആസ്റ്റിഗ്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്. ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? സിലിണ്ടറിക്കൽ ലെൻസ്. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചലോ മെർക്കൽ. ജർമ്മനിയിലെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചലോ മെർക്കൽ. പെരിയാറിൽ ഏത് വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരീസ് തുറമുഖത്തിന്റെ അധംപതനത്തിന് കാരണമായത്? 1341. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് തയാലിൻ. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ്? ഡെറാഡൂൺ. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് 1847. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിംല ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും. ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. ഹേലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് കോർബറ്റ് നാഷണൽ പാർക്ക്. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആഫ്രിക്കൻ ആന. രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃത്സർ. അമൃത്സറിലാണ് രാജാ സാൻസി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. 200 ക്വസ്റ്റ്യൻസായി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.